നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാട്ടാക്കടയിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീയെയും പുരുഷനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടാക്കട കുറുകക്കോട് പാലിക്കൽ ഞാറവിള വീട്ടിൽ 35-കാരനായ പ്രമോദ്, 45-കാരിയായ സുഹൃത്ത് പാലിക്കൽ വെട്ടുവിള വീട്ടിൽ റീജ എന്നിവരാണ് മരിച്ചത്. പ്രമോദ് താമസിക്കുന്ന വീട്ടിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. റീജ കയ്യിലും കഴുത്തിലും മുറിവേറ്റ് കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലും പ്രമോദ് തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു. റീജയെ കൊലപ്പെടുത്തിയ ശേഷം പ്രമോദ് ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. കൂലിപ്പണിക്കാരനാണ് പ്രമോദ്. കളക്ഷൻ ഏജന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു റീജ. റീജയ്ക്ക് 2 മക്കളാണുള്ളത്. റീജയെ കാണാനില്ല എന്ന് കാട്ടാക്കട സ്റ്റേഷനിൽ റീജയുടെ മക്കൾ പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് ഉപേക്ഷിച്ച ശേഷം റീജ പ്രമോദിന്റെ വീട്ടിൽ സ്ഥിരമായി എത്താറുണ്ടെന്നാണ് നാട്ടുകാർ നൽകിയ മൊഴി. റീജയെ കാണാനില്ലെന്ന് മക്കൾ നേരത്തെ പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് റീജയുടെ ഭർത്താവ് തമിഴ്നാട് സ്വദേശി വാസു ഇവരെ ഉപേക്ഷിച്ചു പോയിരുന്നു. ഈ ബന്ധത്തിൽ ഒരു മകനും മകളുമുണ്ട്. തുടർന്ന് അയൽവാസിയായ പ്രമോദിന്റെ വീട്ടിലായിരുന്നു ഇവരുടെ താമസം. 2 മാസം മുമ്പ് പ്രമോദ് മകളെ പീഡിപ്പിച്ചതായി കാണിച്ച് റീജ കാട്ടാക്കട പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പ്രമോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജയിലിൽ നിന്നിറങ്ങിയ ശേഷവും ഇവർ ഒരുമിച്ചായിരുന്നു. മക്കളോടൊപ്പം റീജ സ്വന്തം വീട്ടിലും കൂലിപ്പണിക്കാരനായ പ്രമോദ് വേറെ വീട്ടിലുമായിരുന്നു താമസം. ദിവസവും രാത്രി പ്രമോദിന് ഭക്ഷണവുമായി റീജ എത്താറുണ്ടായിരുന്നു. വ്യാഴാഴ്ച ഭക്ഷണവുമായി പോയ യുവതി മടങ്ങി വരാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ കാട്ടാക്കട പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് ടവർ ലൊക്കേഷൻ നോക്കി നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ രാത്രിയോടെ പ്രമോദിനെ വീട്ടിലെത്തിയപ്പോഴാണ് യുവതി കഴുത്തറുത്ത് കട്ടിലിൽ മരിച്ച നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ മറ്റൊരു സംഭവത്തിൽ വസ്തുവിനെ അതിർത്തി തർക്കത്തിന്റെ പേരിൽ സഹോദരനെ കമ്പിപ്പാറ കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ പ്രതിയെ കോടതി ജീവപര്യന്തം കഠിന തടവിനും 3,15,000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു. പിഴ ഒടുക്കിയില്ല എങ്കിൽ പ്രതി 1.5 വർഷം അധിക തടവ് അനുഭവിക്കേണ്ടി വരും. തിരുവനന്തപുരം 4 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിഴിഞ്ഞമുള്ളൂർ ശാന്തിപുരം ചെറിയകുഴിയാവിള സ്വദേശി നടേശൻ എന്ന അയ്യപ്പനെ ശിക്ഷിച്ചത്. സഹോദരനും അയൽവാസിയുമായ കൃഷ്ണനാടാരെയാണ് പ്രതി അയ്യപ്പൻ കൊലപ്പെടുത്തിയത്. പ്രതിയുടെ വസ്തുവിന്റെ അതിരിനോട് ചേർന്ന് കൃഷ്ണനാടാർ പശുത്തൊഴുത്ത് നിർമ്മിക്കാൻ ശ്രമിച്ചതാണ് പ്രകോപനത്തിന് കാരണമായത്. 2023 സെപ്റ്റംബർ 1-നായിരുന്നു സംഭവം. കൃഷ്ണനാടാരെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ച മകൻ മനോജിനെയും ഭാര്യ വസന്തകുമാരിയും പ്രതി കമ്പിപ്പാറ കൊണ്ട് അടിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണനാടാരെയും മനോജിനെയും മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും കൃഷ്ണനാടാർ മരിച്ചു. പ്രതി പിഴ തുക ഒടുക്കിയില്ലെങ്കിൽ 1 ലക്ഷം രൂപ പ്രതിയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ മനോജിനും ബാക്കി 2,15,000 രൂപ മരണപ്പെട്ട കൃഷ്ണനാടാരുടെ അവകാശികൾക്കും തുല്യമായി വീതിച്ചു നൽകാനും കോടതി നിർദ്ദേശിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ പ്രവീൺ കുമാറാണ് ഹാജരായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.